കോഴിക്കോട് മുക്കം പീഡനശ്രമ കേസിലെ മുഖ്യപ്രതിയെ പിടികൂടിയതിൽ സന്തോഷമെന്ന യുവതിയുടെ കുടുംബം 24നോട്. പോലീസിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ലോഡ്ജുടമ ദേവദാസിനെ തൃശൂർ കുന്നംകുളത്ത് നിന്നാണ് മുക്കം പോലീസ് പിടികൂടിയത്. കേസിൽ ഇനി 2 പേരാണ് പിടിയിലാകാനുള്ളത്. ഒന്നാം പ്രതിയായ ദേവദാസിനെ കുന്നംകുളത്തേക്ക് പിടികൂടിയ കാര്യം അറിഞ്ഞിട്ടുണ്ട്. അതിൽ സന്തോഷമുണ്ട്. ബാക്കി 2 പ്രതികളോട് പിടികൂടുന്നു. പോലീസിൽ നല്ല വിശ്വാസമുണ്ട്. ഉടൻ തന്നെ നടപടി ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പെൺകുട്ടിയെ മൊഴി 3 പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെയും കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ തുടരുകയാണ്. കുട്ടിക്ക് ചില പനി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. രാത്രി അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിയായ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ആവശ്യം അത് തന്നെയായിരുന്നു. പ്രതിനെ എത്രയും പെട്ടെന്ന് പിടികൂടാമെന്ന് എല്ലാം. രാഹുൽ സുരേഷിന്റെ വിശദാംശങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന്. രാഹുൽ, കുടുംബത്തിന്റെ പ്രതികരണം ഇപ്പോൾ വരുന്നുണ്ട്. മറ്റ് 2 പ്രതികളെ കുറിച്ച് പോലീസിന് ഇപ്പോൾ സൂചനയുണ്ടോ രാഹുൽ? ഉന്മേഷ്, ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ദേവദാസിനെ കുന്നംകുളത്ത് നിന്നുമാണ് ഇന്നലെ രാത്രിയോടുകൂടി മുക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. പോലീസ് പറയുന്നതനുസരിച്ച് ഹൈക്കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യം തേടാനായിരുന്നു ദേവദാസിന്റെ ശ്രമം. അതിന് അഭിഭാഷകനെ കാണാനായി പോകുന്നതിനിടെയാണ് മുക്കം പോലീസ് ഈ പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. കോഴിക്കോട് വാഹനം ഉപേക്ഷിച്ച ശേഷം മറ്റു മാർഗത്തിലൂടെ ബസ് മാർഗമാണ് കൊച്ചിയിലേക്ക് യാത്ര ചെയ്തത്. അതിനിടയിലാണ് പ്രതി പിടിയിലാകാനുള്ളത്. കുടുംബത്തിന്റെ പ്രതികരണം കേട്ട പോലെ തന്നെ ഒന്നാം പ്രതി പിടിയിലായതിൽ സന്തോഷമുണ്ട്. മറ്റ് 2 പ്രതികളെ കൂടി ഉടൻ പിടികൂടണമെന്നാണ് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. 2 പ്രതികളെ കുറിച്ച് വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചു എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതിൽ ഒന്നാം പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് മറ്റ് 2 പ്രതികൾ എവിടെ ഉണ്ടത് എന്ന് സംബന്ധിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ, അതായത് ഇന്ന് തന്നെ മറ്റ് 2 പ്രതികളെ കൂടി പിടികൂടുമെന്ന ആത്മവിശ്വാസത്തിലും അതനുസരിച്ചുള്ള നീക്കത്തിലുമാണ് മുക്കം പോലീസ് ഉള്ളത്. അതേസമയം കസ്റ്റഡിയിലെടുത്ത ദേവദാസിനെ ചോദ്യം ചെയ്യുന്നതിന് തുടരുകയാണ്. അല്പസമയത്തിനുള്ളിൽ മെഡിക്കൽ പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. ഇന്ന് തന്നെ കസ്റ്റഡിയിൽ അപേക്ഷ നൽകാനാണ് പോലീസിന്റെ നീക്കം. എന്താണെങ്കിലും കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു പീഡന ശ്രമത്തിനിടെ ഈ യുവതി കെട്ടിടത്തിൽ നിന്നും താഴേക്ക് ചാടുന്നത്. യുവതി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. 3 തവണ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാണെങ്കിലും യുവതിയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരവുമാണ്. ഉന്മേഷ്. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.